ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവന്തികയെ കാണുന്നതിനായി ഇപ്പോൾ ACP സാന്ദ്ര അവന്തികയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സച്ചിയൊക്കെ കൊടുത്ത പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ACP അവിടെ എത്തിയിരിക്കുന്നത്. സ്വത്തുക്കൾ എങ്ങനെയാണ് കയ്യിൽ വന്നതെന്നും സേതു മാധവൻ മരിച്ചതിനെ പറ്റിയുമെല്ലാം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ACP തിരക്കുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം തന്നെ കള്ളമാണ് അവന്തിക പറയുന്നത്. ഈ നടന്ന സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയുണ്ടെന്ന് ACP പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, അവന്തികയുടെ അനിയത്തി അനഘയാണെന്ന് ACP പറയുമ്പോൾ ഇത് കേട്ട് അവന്തിക ഒന്ന് ഞെട്ടുന്നു. എന്താ, നിങ്ങൾക്കിതിന് മറുപടിയില്ലേ എന്ന് ACP ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, നമുക്കൊരു കോഫി കുടിച്ചിട്ട് സംസാരിക്കാമെന്ന്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് സംസാരിക്കുന്നുണ്ട്. അരികിൽ മൂർത്തിയും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് സാന്ദ്ര പറയുന്നുണ്ട്, റിപ്പോർട്ട് ഞാൻ വേണ്ട വിധത്തിൽ കൊടുത്തേക്കാമെന്ന്. മേഡത്തിന് തന്ന വാക്ക് ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല എന്ന് അവന്തികയും പറയുന്നു. ശേഷം ഇപ്പോൾ രണ്ടുപേരും കൈ കൊടുക്കുകയാണ്. നെല്ലിശ്ശേരിക്കാരുടെ അഡ്വക്കേറ്റ് ആരാണെന്ന് അവന്തിക തിരക്കുമ്പോൾ അത് ആരതി വർമ്മയാണെന്ന് പറയുന്നുണ്ട് സാന്ദ്ര. സീനിയർ അല്ല, പക്ഷേ സൂക്ഷിക്കണം എന്ന് സാന്ദ്ര പറയുന്നു. ശേഷം ഇപ്പോൾ ACP സാന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം മൂർത്തിയും അവന്തികയും കൂടി സംസാരിക്കുന്നു. പുലി പോലെ വന്നത് പൂച്ചയെ പോലെ പോയല്ലോ എന്ന് മൂർത്തി പറയുന്നു. ഉടനെ അവന്തിക പറയുന്നുണ്ട്, അതുകൊണ്ടായില്ല, കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ആരതി വർമ്മയാണ്. അവൾ ചില്ലറക്കാരിയല്ല. അവളെ വരച്ച വരയിൽ നിർത്തേണ്ട ആവശ്യമുണ്ട്. അതിലെന്തായാലും മൂർത്തി ഇടപെടണ്ട. എനിക്ക് എന്തായാലും അഡ്വക്കേറ്റ് ആരതി വർമ്മയൊന്ന് നേരിട്ട് കാണണം എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ ആരതി വർമ്മയാണ് കാണിക്കുന്നത്. ആരതി റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. ഈ സമയം അവന്തിക ഇപ്പോൾ കാറ് ഓടിച്ച് സ്പീഡിൽ വരികയാണ്. നേരെ കൊണ്ടുവന്ന് ആരതിയെ ഇടിക്കുന്നത് പോലെ കൊണ്ട് വണ്ടി നിർത്തുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് നിൽക്കുന്നുണ്ട് ആരതി. അങ്ങനെ ഇപ്പോൾ അവന്തിക വണ്ടിയിൽ നിന്നും ഇറങ്ങി ചോദിക്കുന്നുണ്ട്, വക്കീൽ പേടിച്ചു പോയോ എന്ന്. അങ്ങനെ മൂർത്തി പറയുന്നുണ്ട്, ജീവിച്ചിരുന്നാൽ മാത്രമല്ലേ കോടതിയും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. ആക്സിഡൻറ്റിൽ മരിച്ചാൽ വീട്ടുകാർക്ക് ഇൻഷുറൻസ് എങ്കിലും കിട്ടും. ഇതൊക്കെ കേട്ട് ആരതി ചോദിക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയതാണോ എന്ന്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, നിനക്കൊരു മുന്നറിയിപ്പ് തരാൻ വന്നതാണെന്ന്. എനിക്കെതിരെ കേസുമായി ഇറങ്ങി തിരിച്ചാൽ അത് നിന്റെ നാശത്തിനായിരിക്കും എന്ന് അവന്തിക പറയുന്നു. ഉടനെ ആരതി പറയുന്നുണ്ട്, ഈ കേസ് എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, വെറുമൊരു ടാക്സി ഡ്രൈവർക്ക് വേണ്ടി നീ എന്നോട് യുദ്ധത്തിന് ഇറങ്ങരുതെന്ന്. ടാക്സി ഡ്രൈവർ എന്ന് ഉദ്ദേശിച്ചത് സച്ചിയാണോ എന്ന് ആരതി ചോദിക്കുമ്പോൾ, അപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്ന് അവന്തികയും ചോദിക്കുന്നു. നിങ്ങളെന്തിനാ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ആരതി ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, സച്ചിയുടെ കേസിൽ നിന്നും നീ പിന്മാറണം. ഇല്ലെങ്കിൽ എന്ന് ആരതി ചോദിക്കുമ്പോൾ അവന്തിക വീണ്ടും പറയുന്നു, സ്വന്തം ജീവിതം എന്തിനാ ഇങ്ങനെ അപകടപ്പെടുത്തുന്നത്. ഉടനെ ആരതി പറയുന്നുണ്ട്, സച്ചിയുടെ കേസിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. സച്ചിക്കും കുടുംബത്തിനും നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു വാങ്ങിക്കൊടുക്കും എന്നൊക്കെ ആരതി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, നീ അവൻ്റെ പിന്നാലെയാണെന്ന് എനിക്കറിയാം. നീയും സച്ചിയും തമ്മിൽ വക്കീലും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു ബന്ധമല്ലെന്ന് നാട്ടിലെല്ലായിടത്തും ഒരു പാട്ടുണ്ട് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, നാട്ടുകാർ പാടട്ടെ, അതിനെനിക്ക് ഒരു കുഴപ്പവുമില്ല. ആ ടാക്സിക്കാരനും കുടുംബത്തിനും വേണ്ടി ചെയ്യുന്നത് പാഴ്വേലയാണെന്ന് നിനക്ക് പിന്നീട് മനസ്സിലായിക്കോളും എന്നും അവന്തിക പറയുന്നു. ഉടനെ ആരതി പറയുന്നുണ്ട്, അത് പറയേണ്ടത് കോടതിയാണ്. ചതിച്ച് നേടിയതൊക്കെ കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഞാൻ കൊടുപ്പിക്കും എന്നും പറയുന്നു. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, നിന്റെ ഈ തിളപ്പ് എവിടെയും എത്താൻ പോകുന്നില്ല. ഉടനെ ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, അത് സച്ചിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഞാനങ്ങ് സഹിച്ചു എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഇനി വരുന്നത് അനുഭവിക്കാൻ നീ തയ്യാറായിട്ട് നിന്നോ എന്ന്. നമുക്ക് കാണാം എന്ന് പറഞ്ഞ് അവന്തികയും മൂർത്തിയും ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ സച്ചിയോട് പറയുകയാണ് ആരതി. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, നിന്നെ പോലും ഭീഷണിപ്പെടുത്താൻ അവർ വളർന്നോ? അവരുടെ വീട്ടിൽ പോയി ഇത് ചോദിക്കണം എന്ന് സച്ചി പറയുന്നു. ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, സച്ചി ബഹളം വയ്ക്കാതെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഉടനെ സച്ചി പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട, ഇതിനുള്ള മറുപടി അവൾക്ക് കൊടുത്തേ പറ്റൂ. വക്കീൽ വന്നേ എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ ആരതിയും കൂട്ടി പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ സച്ചിയെ ഇങ്ങനെ തടഞ്ഞ് കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് ആരതി. അത് കണ്ട് സച്ചി ഉടനെ നോക്കുമ്പോൾ ആരതി ഉടനെ കൈവിടുന്നു. എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് ക്ഷമിക്കും, പക്ഷേ വക്കീലിനോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് സഹിക്കില്ല എന്ന് സച്ചി പറയുന്നുണ്ട് ആരതിയോട്. സച്ചി ഒന്നും ചോദിക്കാൻ പോകണ്ട എന്ന് ആരതി പറയുന്നുണ്ട്. ഇന്നിപ്പോൾ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി, നാളെ ഇപ്പോൾ കൊല്ലില്ലെന്ന് ആര് കണ്ടു എന്ന് സച്ചി പറയുന്നു. ഇത് കേട്ട് ആരതി പറയുന്നുണ്ട്, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എനിക്കൊരു പേടിയുമില്ല.
ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് പേടിയുണ്ട്, നാളെ വക്കീലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളല്ലേ അതിന് സമാധാനം പറയേണ്ടത് എന്നൊക്കെ സച്ചി പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, കയ്യാങ്കളിയിലൂടെയല്ല ഇതിനൊക്കെ മറുപടി പറയേണ്ടത്, നിയമപരമായി തന്നെ നേരിടണം. കോടതി എന്താണെന്ന വിചാരം? ഏതെങ്കിലും എതിർഭാഗം വക്കീലിനെ ഭീഷണിപ്പെടുത്തുന്നത് കോടതി അത് ഗൗരവമായി തന്നെ കാണും, കേസെടുക്കാൻ സാധിക്കും. നാളെ ഞാനൊരു പരാതി കൊടുത്താൽ അവന്തിക അകത്താകും എന്ന് ആരതി പറയുന്നുണ്ട്. ഇത് കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, എങ്കിൽ ഇനി എന്തിനാ താമസിപ്പിക്കുന്നത്? ഉടൻ നമുക്ക് പെട്ടെന്ന് തന്നെ പരാതി കൊടുക്കാം, ഇത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ സച്ചി പറയുമ്പോൾ ആരതി പറയുന്നുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്, അവന്തികയെ വിസ്തരിക്കാനുള്ള സമയം വരട്ടെ, അവന്തിക എന്നെ ഭീഷണിപ്പെടുത്തിയതിന് അന്ന് ഞാൻ പകരം വീട്ടിക്കോളാം എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഈ കാര്യം ഗൂഗിൾ സാറിനെ അറിയിക്കേണ്ടേ എന്ന്. ഉടനെ ആരതി പറയുന്നുണ്ട്, വേണ്ട, വക്കീലിനെ ഒന്നും അറിയിക്കേണ്ട, അവരെന്ത് അഭ്യാസം വേണമെങ്കിലും കാണിച്ചോട്ടെ, കാരണം സച്ചി എൻ്റെ കൂടെ ഉണ്ടല്ലോ, സച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അവർ കോടതിയിൽ വരട്ടെ, അഡ്വക്കേറ്റ് ആരതി ആരാണെന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ അർച്ചനയാണ് കാണിക്കുന്നത്. അർച്ചന ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രാജീവിനെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. രാജീവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഗോകുലാണ്. അങ്ങനെ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് ചായയുമായി വന്നിരിക്കുകയാണ് അർച്ചന. എന്തായാലും ആശുപത്രിയിലെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞല്ലോ, ഇവിടെ ഇപ്പോൾ ഗോകുലിനെ നോക്കാൻ ഞങ്ങൾ എല്ലാവരുമുണ്ട് എന്ന് രാജീവിനെ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് ഇപ്പോൾ രാജീവിനോട് പറയുകയാണ് അർച്ചന. നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടായോ എന്ന് പറ്റുന്ന രീതിയിലൊക്കെ രാജീവ് ഗോകുലിനോട് ചോദിക്കുന്നുണ്ട്. ഗോകുൽ അത് മനസ്സിലാവുന്നു. അത് കേട്ടിട്ട് ഗോകുൽ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് രാജീവ് ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, ഇതിപ്പോൾ രാജീവിൻ്റെ കുടുംബമാണ്, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി അവരെ നോക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് അർച്ചന പറയുന്നു. എൻ്റെ അളിയനാണ് താൻ, ഈ കുടുംബത്തിലൊരു അംഗം എന്ന് ഗോകുൽ പറയുന്നു. തന്നെ ഞങ്ങൾ വിട്ടുകളയില്ല, തന്നെ ഞാൻ എൻ്റെ സഹോദരൻ്റെ സ്ഥാനത്താണ് കാണുന്നതെന്നും ഗോകുൽ പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന ഇപ്പോൾ ഗോകുലിൻ്റെ കയ്യിൽ ചായ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗോകുൽ ആ ചായ കുടിച്ചേ എന്ന് പറഞ്ഞ് രാജീവിനെ കുടിപ്പിക്കുകയാണ്. രാജീവ് ഇപ്പോൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് രാജീവ്. അതിനെല്ലാം ഇപ്പോൾ ക്ഷമ ചോദിക്കുകയാണ്. ഗൂഗിളിനോടും അർച്ചനയോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. ഉടനെ ഗൂഗിൾ പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അളിയ, അളിയന് അപകടം പറ്റിയിട്ടാണെങ്കിലും പഴയ സ്വഭാവത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ, അതാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് ഗൂഗിൾ പറയുന്നു. രാജീവ് റെസ്റ്റ് എടുത്തോളൂ, എനിക്ക് 2-3 മെയിൽ അയക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഗൂഗിൾ പോകുന്നുണ്ട്. അടുക്കളയിൽ എനിക്കും കുറച്ച് പണിയുണ്ട്, ഞാൻ ശിശിരേച്ചിയെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ് അർച്ചനയും ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു. അർച്ചന അവിടേക്ക് പോയ സമയം ശിശിര ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിശിരേച്ചി എന്താ ഇവിടെ ഫോണും നോക്കിയിരിക്കുന്നത്, അകത്തേക്ക് ചെല്ലുന്നില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ശിശിര പറയുന്നുണ്ട്, എനിക്കങ്ങ് വയ്യ അകത്ത് പോയിരിക്കാൻ. ഇവരുടെ ഈ സംസാരം അകത്തിരുന്ന് രാജീവ് കേൾക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് മുഴുവൻ മരുന്നിൻ്റെ മണമാണ്, എനിക്ക് ഛർദ്ദിക്കാൻ വരും എന്ന് ശിശിര പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, രാജീവിന് പകരം ചേച്ചിക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിലോ, മരുന്നിൻ്റെ മണം അപ്പോൾ അനുഭവിക്കാൻ പറ്റില്ലായിരുന്നോ? രോഗവും ആക്സിഡൻറ്റും ഒക്കെ മനുഷ്യർക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്നതാണ്, ആർക്കായാലും ഇത് അനുഭവിക്കേണ്ടി വരും. രാജീവ് ചേച്ചിയുടെ ഭർത്താവാണ്, അത് ഓർമ്മ വേണം എന്ന് പറയുമ്പോൾ അർച്ചന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശിശിര പറയുന്നുണ്ട്, അതിങ്ങനെ ഓർമ്മപ്പെടുത്തണമെന്നില്ല, എനിക്കറിയാം. ഉടനെ അർച്ചന പറയുന്നുണ്ട്, പക്ഷേ ചേച്ചിയുടെ പെരുമാറ്റം അങ്ങനെയല്ല പറയുന്നത്, ഭാര്യയും ഭർത്താവും പരസ്പരം താങ്ങും തണലും ആകേണ്ടവരാണ്, മേലിൽ ചേച്ചി ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നത് കേട്ട് ശിശിര ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് വളരെയധികം ദേഷ്യത്തോടെ ചോദിക്കുന്നു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഈ അപകടം പറ്റുന്നത് വരെ ചേച്ചിക്ക് രാജീവേട്ടനോടുള്ള സ്നേഹം എന്തായിരുന്നു? ഇപ്പോഴൊന്ന് വീണപ്പോൾ നോക്കാൻ മടി, മര്യാദയ്ക്ക് ഇതൊക്കെ മാറ്റിവെച്ചിട്ട് അകത്തേക്ക് ചെല്ലാനല്ലേ പറഞ്ഞത് എന്ന ദേഷ്യത്തോടെ അർച്ചന ഇപ്പോൾ ശിശിരയോട് പറയുന്നുണ്ട്. അങ്ങനെ ശിശിര ഇപ്പോൾ അകത്തേക്ക് പോകുന്നുണ്ട്. ദേഷ്യത്തോടെ അർച്ചനയെ ശിശിര ഇങ്ങനെ നോക്കിയിട്ടാണ് പോകുന്നത്. ഇതെല്ലാം കേട്ട് ഇപ്പോൾ അവിടെ കിടന്ന് കരയുകയാണ് രാജീവ്. ഓ, കണ്ണ് നിറഞ്ഞല്ലോ, അപ്പോൾ പറഞ്ഞത് കേട്ടല്ലേ എന്നിങ്ങനെ ശിശിര രാജീവിനോട് ചോദിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സച്ചിയും ആരതിയുമാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ മുത്തു എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നു. മുരുകൻ്റെയും കനിമൊഴിയുടെയും ബ്രദറാണ് മുത്തു. മരിച്ചുപോയ മുരുകൻ്റെ ഫോൺ ഇപ്പോൾ മാരിമുത്തുവാണ് ഉപയോഗിക്കുന്നത്. മുത്തുവും ഭാര്യയും അവിടെ താമസമായപ്പോൾ മുരുകൻ്റെയും കനിമൊഴിയുടെയും സാധനങ്ങൾ ഒരു മുറിയിലേക്ക് മാറ്റിയിരുന്നു. കനിമൊഴിയുടേതല്ല എന്ന് തോന്നിച്ച ഒരു ബാഗാണിത് എന്ന് പറഞ്ഞപ്പോൾ ആ ബാഗ് കാണിക്കുന്നുണ്ട് മുത്തു. ആ ബാഗ് ഇപ്പോൾ സച്ചി മേടിച്ച് നോക്കുന്നുണ്ട്. ഇത് നിങ്ങൾ അന്വേഷിക്കുന്ന ആരുടെയെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ബാഗ് സച്ചിക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ എന്നിങ്ങനെ ആരതി ചോദിക്കുമ്പോൾ സച്ചി ഇപ്പോൾ ആ ബാഗിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെൻ്റെ അർച്ചനയുടെ ബാഗാണ് എന്ന് സച്ചി പറയുന്നു.
ഇതെൻ്റെ അർച്ചനയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത ബാഗാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ ബാഗ് നെഞ്ചോട് ചേർത്ത് വെച്ച് കരയുകയാണ് സച്ചി. അർച്ചനയുടെ ബാഗ് അവർക്കെങ്ങനെ കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അത് ചോദിക്കാനും പറയാനും മുരുകനും ഭാര്യയും ഇപ്പോൾ ജീവനോടെ ഇല്ലെന്ന് ആരതി പറയുന്നുണ്ട്. ഇത് മുരുകൻ്റെ ഡയറിയാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ഡയറിയും കൊടുക്കുന്നുണ്ട്. മുരുകനും കനിമൊഴിക്കും ആ കുഞ്ഞിനെ കിട്ടി എന്ന് പറയുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് ആരതി ഇപ്പോൾ സച്ചിയോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ സച്ചി ആ ഡയറിയും പരിശോധിക്കുകയാണ്. എന്നാൽ ഈ ബാഗ് അവിടെ നിന്ന് കിട്ടിയെന്ന് മാത്രമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കുഞ്ഞിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ആ ഡയറിയിൽ ഇല്ലായിരുന്നു. എന്തെങ്കിലും വിവരം കിട്ടിയാൽ പറയാമെന്ന് മുത്തു ഇപ്പോൾ പറയുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.